അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും അൽ റയാൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത് ഒമനമട്ട തഴവ ഉസ്താദിൻ്റെ അസൂയയെക്കുറിച്ചുള്ള ഒരു ബൈത്തുമായിട്ടാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മറ്റുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഇൻഷാ അല്ലാഹ്. റഹ്മാൻ റഹീം. ഹസദെന്ന രോഗം ഉഗ്രമാണ് സഹോദരാ, അത് വന്ന് പോയാലോ ബലക്ഷയമാണരാ. കൂടാതെ വൻദോഷത്തിലെണ്ണുന്നുണ്ടിത്, സവാജിറന്ന കിതാബില പറയുന്നത്. തേനിനെ ഫസാദ കൊന്ന സൊബറിന് തുല്യമാ, ഈമാൻ ഫസാദ ഹസദിനാൽ നബി വാക്യമാ. ഹസദുള്ളവൻ എന്നിൽ പെടുന്നില്ലെന്ന് തിരുമുസ്തഫ നബി വ്യക്തമായി പറയുന്നു. ആദം നബി അവർക്കുള്ള മക്കൾ സകലതും ഹസൂദ് തന്നെന്ന ഹദീസിൽ വന്നതും. അതുകൊണ്ട് ഹസദിൽ ഇല്ലവർക്കൊരു മോശവും വാക്കും പ്രവൃത്തിയും നീതിയായി വരും കാലവും. തീവിറക് തിന്നും പോലെയാ സൽക്കർമ്മവും, തിന്നുന്നു ഹസദെന്നല്ലയോ നബി വാക്യവും. മഹ്സൂദിനോടിവൻ ചെയ്യുമേ പല അക്രമം, അതു കാരണം ഇവൻ പാപ്പരായി തീരുന്നതാ. മഹ്സൂദിനിതിനാൽ നിഅമത്തും കൂടുന്നതാ, അപ്പോൾ അവൻ്റെ ഗുണങ്ങളെല്ലാം വിഫലമായി. തീവിറക് തിന്നും പോലെ കൊല്ലും നഷ്ടമായി. മഹ്സൂദ് ഹാസിദിനെത്ര ചെയ്താലും ഗുണം ഒരു നന്ദിയും ലഭിക്കുന്നതല്ലെന്നറിയണം. ഗുണം ചെയ്തു ശത്രുവിനെന്ന് വന്നാൽ മിത്രമാ, ഹാസിദിന് ചെയ്താൽ വിഫലമാണിവൻ സർപ്പമാ. അതുകൊണ്ടു ശത്രുവിലും അശദ്ധ ഹാസിദ്. സൂറത്ത് ഹുസിലത്ത സുഹൃത്തെ ഷാഹിദ്, അവരിടയിൽ ഹസദില്ലെന്ന റബ്ബ് പറഞ്ഞത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.